ഇന്നൊരു മലേഷ്യൻ ഡെസേർട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാണ് കേക്ക് ബട്ടിക്ക്. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. ഒരു പീസ് കഴിച്ചാൽ മതി, പിന്നെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ആരോറൂട്ട് ബിസ്ക്കറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലൊരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. മാരി ബിസ്ക്കറ്റ് ഏതെങ്കിലും എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മുഴുവനായിട്ട് ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തു. ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 1/2 കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടർ ചേർത്തിട്ടുള്ളത് ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് നമ്മൾ എത്ര ആണോ സ്വീറ്റ്നെസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു കൊക്കോ പൗഡറും കണ്ടൻസ്ഡ് മിൽക്കും പാലും എല്ലാം ഒന്ന് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സായിട്ട് ഈ ഒരു രീതിക്ക് ആയി വരണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഇനി കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്നങ്ങ് തിക്കായിട്ട് വരും കേട്ടോ. ഈ ഒരു രീതിക്ക് അങ്ങ് ആയി വന്നാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ആ ഒരു നല്ല ചൂടൊന്ന് പോയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ചൂടുണ്ട്. ഇപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് ബിസ്ക്കറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ആ ഒരു പൊട്ടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ബിസ്ക്കറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് ഒന്നായി വരുന്നത് വരെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു ഗ്ലാസിൻ്റെ പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ബിസ്ക്കറ്റും ഈ ഒരു ചോക്ലേറ്റിൻ്റെ ലിക്വിഡും എല്ലാം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ബിസ്ക്കറ്റ് ഒക്കെ ചോക്ലേറ്റിൻ്റെ ലിക്വിഡ് ബിസ്ക്കറ്റിലേക്ക് നന്നായിട്ട് അങ്ങ് അബ്സോർബ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലുള്ള ഒരു പുഡിംഗ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം ആ ഒരു മുകൾ ഭാഗത്തുള്ള ചൂടൊക്കെ കംപ്ലീറ്റ് ഒന്ന് പോവാണ് കേട്ടോ. ആ ഒന്ന് പോയതിന് ശേഷം ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ മെൽറ്റാക്കി എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ല തിന്നായിട്ട് മതി കേട്ടോ ഈ ഒരു മുകളിലുള്ള ചോക്ലേറ്റിൻ്റെ ലെയർ. ഇപ്പോൾ ഞാൻ വാൻ ഹോട്ടിൻ്റെ ഒരു പ്രീമിയം ചോക്ലേറ്റ് ഉണ്ടല്ലോ, മിൽക്ക് ചോക്ലേറ്റ്, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കൂടുതലൊരു ടേസ്റ്റും കൂടിയാണല്ലോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് എല്ലാ ഭാഗത്തും ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുകളിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് പിസ്താഷ്യോയുടെ ചെറിയ പീസൊക്കെ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഞാനൊരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ ഉള്ള ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ ഒരു ചോക്ലേറ്റൊക്കെ ഒന്ന് കയറിയിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഒരു 5-6 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നന്നായിട്ടത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.